കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 51 സങ്കീർത്തനത്തിൽ ദാവീദ് ദൈവത്തോട് അപേക്ഷിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്ത് കളയുകയും അരുത്. പ്രിയമുള്ളവരെ, ദാവീദ് തിരിച്ചറിഞ്ഞ സത്യമുണ്ട്. ഇസ്രായേലിൻ്റെ ചക്രവർത്തിയായിരിക്കുന്നതിനേക്കാളും ഇസ്രായേലിൻ്റെ മധുരഗായകനായിരിക്കുന്നതിനേക്കാളും ഗോലിയാത്തിനെ കൊന്ന പ്രശസ്തിയേക്കാളും സിംഹത്തെയും കരടിയെയും കൊന്നു എന്ന ഖ്യാതിയേക്കാളും ദാവീദ് തിരിച്ചറിഞ്ഞു ആത്മാവ് നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യൻ്റെ അവസ്ഥ. ആത്മാവ് നഷ്ടപ്പെട്ടു പോയ ശൗലിൻ്റെ അവസാനം പരിതാപകരമായിരുന്നു. ശൗല് മാനസാന്തരപ്പെട്ടില്ല, ആത്മഹത്യ ചെയ്യുകയായിരുന്നു. പ്രിയരെ, ദാവീദ് ഇവിടെ നിലവിളിക്കുകയാണ്, മടങ്ങി വരാൻ ആഗ്രഹിക്കുകയാണ്, മാനസാന്തരപ്പെടുകയാണ്. കരുണയുള്ള ദൈവത്തോട് ദാവീദ് നിലവിളിക്കുന്നു, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്ത് കളയുകയും അരുതേ. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ആ കരുണയുള്ള ദൈവത്തോട് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്ത് കളയുകയും അരുതേ. പ്രിയരെ, പരിശുദ്ധാത്മാവുള്ള മനുഷ്യനിൽ നിന്ന് പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ ദൈവം എടുത്തു കളഞ്ഞാൽ ആ മനുഷ്യൻ്റെ അവസ്ഥ പരിതാപകരമാണ്. ലോകത്ത് മറ്റെന്തിനേക്കാളും വിലയേറിയതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ സഭയെ ഇന്ന് നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ സഞ്ചരിക്കുന്ന വ്യക്തി ഒരിക്കലും ഒരു പരാജയമല്ല. പരിശുദ്ധാത്മാവിനെ അനുസരിച്ചും പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം യാത്ര ചെയ്യുന്ന വ്യക്തിയാണ് താങ്കളെങ്കിൽ താങ്കൾ ഒരിടത്തും പരാജയപ്പെട്ടു പോവുകയില്ല, താങ്കളൊരു വിജയമായി തീരും. തൻ്റെ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നവരെ തൻ്റെ അടുത്ത നിലവാരത്തിലേക്ക് വളർത്തുന്നവനാണ് നമ്മുടെ കർത്താവ്. പ്രിയരെ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ പരിശുദ്ധാത്മാവിനെ പിൻപറ്റി പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം നമുക്കും മുന്നോട്ട് യാത്ര ചെയ്യാം. ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.